ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയ കഥകളിൽ ഇന്ന് നാം ചിന്തനം ചെയ്യുന്നത് തർക്കവും തത്വവും. അതെ, മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ പലപ്പോഴും പല തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള തത്വം അറിഞ്ഞ് തർക്കിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ ഉയർത്തും. പലപ്പോഴും ഇപ്പോൾ നാം കണ്ടുവരുന്ന തർക്കങ്ങൾ എല്ലാം പോസിറ്റീവ് തലത്തിലല്ലോ. എനിക്ക് ജയിക്കണം, എനിക്ക് വിജയിക്കണം, എൻ്റെ ആശയം എത്ര തെറ്റായാലും അതിൽ എങ്ങനെ ഒരു വിജയസാധ്യത കണ്ടെത്താം എന്നുള്ള ഡിബേറ്റുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നിപ്പം പുറമേ കാണുന്ന മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ തർക്കത്തിൻ്റെ തന്നെ ഒരു പരമ്പരയാണല്ലേ എല്ലാ ദിവസവും. ഇത് തർക്കിക്കുന്നവർക്ക് പലപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. ഇത് കേട്ടുകൊണ്ട് ആവേശം കൊള്ളുന്നവർക്കാണ് അതിൻ്റെ പരിണതഫലം അനുഭവിക്കേണ്ടി വരിക. ഇതിന്നല്ല, മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യൻ്റെ പല വികാരങ്ങളിലൊരു വികാരമാണ് ഒരാശയത്തെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നോ പറയുകയും അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന വ്യഗ്രതയാണ്. ഇതിന് പ്രത്യേകമായ രീതിയിൽ പരിശീലനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ തർക്കം പഠിക്കാൻ വിടുകയായിരുന്നു. ഇതിൽ വലിയ വലിയ ആചാര്യന്മാരുടെ മുന്നിലാണ് പലരും തർക്കം പഠിക്കാൻ പോയിരുന്നത്. ആ തർക്കത്തിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. എന്തിനാണ് നിയമപരമായി തർക്കം പഠിക്കുന്നത്? മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ശങ്കരാചാര്യർ പണ്ട് തർക്കം പഠിപ്പിക്കുന്ന വേളയിൽ ശിഷ്യന്മാരെ പരസ്പരം ഓരോ വിഷയം കൊടുക്കും. ആ വിഷയത്തെ സംബന്ധിച്ചുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ, വാദങ്ങളും പ്രതിവാദങ്ങളും നിരീക്ഷിക്കുക. അതിൽ വാദത്തിൽ തോൽപ്പിക്കുന്നവർക്കാണ്, ആര് തോൽപ്പിക്കുന്നു അവർക്കാണ് സ്വാഭാവികമായിട്ട് വിജയം, അല്ലെങ്കിൽ അവർക്കാണ് സമ്മാനങ്ങൾ കൊടുക്കാറുള്ളത്. പക്ഷേ ശങ്കരാചാര്യ ചെയ്യുന്നത്, ഈ തർക്കിക്കാനിരിക്കുമ്പോൾ തർക്കിക്കാനിരിക്കുന്നവരുടെ കഴുത്തിൽ ഓരോ പൂമാല അണിയിക്കും. എന്നിട്ട് തർക്കം തുടരാൻ അനുവദിക്കും. അങ്ങനെ തർക്കം മൂത്ത് ഭയങ്കര അടിയുടെ വക്കത്ത് വരെ എത്തും. അവസാനം തർക്കം അവസാനിപ്പിക്കുമ്പോൾ ജയിച്ചത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട്, അർത്ഥം കൊണ്ട് തർക്കത്തിൽ മറ്റേയാളെ തോൽപ്പിച്ച ആളായിരിക്കും ജയിച്ചിരിക്കുന്നത്. പക്ഷേ അയാളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക്, ആ പൂമാലയ്ക്ക് വാട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. എന്താ കാര്യം? മനുഷ്യ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, വാക്കുകളിൽ പറയുന്നത് ശരീരത്തിലേക്ക് എടുത്താൽ, ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ബാധിക്കും. ശരീരം ചൂടാവും. ശരീരം ചൂടായി കഴിഞ്ഞാൽ ചൂട് താങ്ങാനുള്ള കഴിവ് പൂമാലയ്ക്കില്ല. പൂമാല വാടിയിട്ടുണ്ടെങ്കിൽ അവൻ തോറ്റു. കാരണം അവൻ തർക്കിച്ചത് വ്യക്തിപരമായിട്ടാണ്, ആശയത്തോടല്ല. അപ്പോൾ ആശയപരമായിട്ടുള്ള തർക്കങ്ങളാണ് ആരോഗ്യപരമായ തർക്കം. നമ്മൾ ചാനലുകളിലൊക്കെ കാണുന്ന തർക്കങ്ങളിൽ അവർ സ്ക്രീനിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായിരിക്കും, തർക്കം മൂക്കും. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അത് കഴിഞ്ഞു അവർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് ചായ കുടിച്ച് പിരിയുന്നത് കാണാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കണക്കുള്ള സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ആ ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റാണ് നിറഞ്ഞു വരുന്നത്. ഈ തർക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇത് വലിയൊരു വിഷയമാകാറുണ്ട്. ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് വിട്ടുകൊടുക്കില്ല. മക്കളൊന്ന് പറയും, അച്ഛനമ്മമാർ വിട്ടുകൊടുക്കില്ല. സുഹൃത്തുക്കളെന്ന് പറയും, ഞാൻ പറയുന്നത് തെറ്റാണ് എന്നെനിക്ക് ബോധ്യമായാലും മറ്റേയാൾ അത് അംഗീകരിക്കില്ല. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്തും ആ വ്യക്തിയിൽ തന്നെയാണ്, ആരാണോ തെറ്റാണെന്ന് മനസ്സിലായിട്ടും ആ വ്യക്തിക്കും അറിയാം, നമുക്കും അറിയാം. വീണ്ടും നമ്മളതിനെപ്പറ്റി തർക്കിച്ചാൽ നമ്മളെപ്പോലെ മറ്റൊരു വീട്ടിൽ വേറെ ഉണ്ടാകില്ല. ഇത് പറയുമ്പം ഓർക്കുന്ന ചെറിയൊരു സന്ദർഭം ഒരു കാട്ടിൽ നടന്ന ഒരു കഥയാണ്. കാട്ടിൽ ഇതേപോലെ ഭയങ്കര തർക്കം നടക്കുകയാണ്. കഥാപാത്രങ്ങൾ മറ്റാരുമല്ല, ഒരു പുലിയും കഴുതയുമാണ്. പുലിയും കഴുതയും തമ്മിൽ ഭയങ്കര തർക്കം, അടിയുടെ വക്കത്തെത്തി. മറ്റു മൃഗങ്ങളെല്ലാം ചുറ്റും കൂടി ആശ്ചര്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, വെറുതെ കഴുത പറഞ്ഞു, ഈ കാട്ടിൽ കാണുന്ന എല്ലാ ഇലകളും വള്ളികളും മരങ്ങളും എല്ലാം നീല കളറാണ്. ചുമ്മാ എന്ന് പറഞ്ഞ ഒരു ടൈം പാസിന്. പക്ഷേ പുലി കയറി പിടികൂടി. നീ കള്ളമാണല്ലോടാ പറയുന്നത്, ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കുവാണ്, ഇതെല്ലാം പച്ചയല്ലേ? കഴുത വിട്ടില്ല, അല്ല ഇതെല്ലാം നീലയാണ്. ഇത് തർക്കം മൂത്ത് ഒച്ചയായി. മറ്റു മൃഗങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. മറ്റു മൃഗങ്ങളും അപ്പോൾ ഒരു സംശയമായി, ഇനി ഇതെല്ലാം നീലയാണോ? കാരണം തെറ്റ് കാണിച്ചു വരുത്താൻ ശക്തമായിട്ട് വീണ്ടും വാദിക്കുമ്പോൾ ഇനി സത്യമാണോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തർക്കം രാജാവിൻ്റെ സമക്ഷത്തിൽ വന്നു. ആരാ രാജാവ്? സിംഹമാണ്. സിംഹം ഇങ്ങോട്ട് വന്ന്
ആ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടുപേരെ ഒന്ന് നോക്കി, പുലിയെ ഒന്ന് നോക്കി. പുലി പറഞ്ഞു, രാജൻ ഇവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. ഈ കാട്ടിൽ കാണുന്ന ഇലകളും വള്ളികളും എല്ലാം നീലയാണെന്നാണ് പറയുന്നത്, കൊടുക്കവന് ശിക്ഷ. ഉടനെ നമ്മുടെ രാജാവ് കഴുതയെ ഒന്ന് നോക്കി. കഴുത പറഞ്ഞു, രാജൻ ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഈ കാണുന്ന എല്ലാം നീല കളറല്ലേ? പിന്നെ പുലി ഇടപെട്ട് പറഞ്ഞു, കണ്ടോ താങ്കളെ പോലും ഇവൻ വിഡ്ഢിയാക്കുകയാണ്, ശിക്ഷ കൊടുക്കും. അത്രയും സമയം മിണ്ടാതിരുന്ന നിശബ്ദനായിരുന്ന നമ്മുടെ സിംഹം രാജാവ് മൗനം ഭുജിച്ചിട്ട് ആജ്ഞാപിച്ചു, ആരോടെ ഒരു ചൂരൽ കൊണ്ടുവരാൻ പറഞ്ഞു. വൃദ്ധന്മാർ ഓടിപ്പോയി ഒരു ചൂരൽ കൊണ്ടുവന്നു. പുലിയോട് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. കൊടുത്തു, അവന് 10 അടിയും കൊടുത്തു. പുലി വേദന കൊണ്ട് പൊളഞ്ഞു പോയി. പുലി ചോദിച്ചു, രാജൻ എന്നെ എന്തിനാണ് തല്ലിയത്, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ രാജാവായ സിംഹം പറഞ്ഞ വാക്കുണ്ട്, അതാണ് ഇവിടെ പ്രസക്തം. ആ സിംഹം എന്താ പറഞ്ഞതെന്നറിയാമോ? എടാ നിനക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഈ കാട്ടിൽ കാണുന്ന ഇലകളും വള്ളികളും വൃക്ഷങ്ങളും എല്ലാം പച്ചയാണെന്ന് ഉറപ്പുണ്ടല്ലോ. നിനക്കുറപ്പുണ്ടായിട്ട് നീ ഈ കഴുതയോട് തർക്കിച്ച് സമയം കളഞ്ഞതിനാണ് ഞങ്ങൾക്ക് ശിക്ഷ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ മറ്റൊരാളോട് തർക്കിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞാൽ ശിക്ഷ നിങ്ങൾക്കല്ലേ ലഭിക്കേണ്ടത്. ഇന്നു മുതൽ ഓർക്കുക, നമുക്ക് ചുറ്റും വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്. നമ്മുടെ ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ, ഇപ്പോഴുണ്ടോ, ഇനിയും വരികയും ചെയ്യും. ഇവരെല്ലാം ഓരോരുത്തരും ഓരോ തരമാണ്. അപ്പം നമ്മുടെ ആശയങ്ങളും വാദഗതികളും അതേപോലെ അംഗീകരിക്കുന്നവരുണ്ടാവണമെന്നില്ല. ഏകദേശം സമാനതകളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ വിലയിരുത്തി ഈ സമാജത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും പല തർക്കത്തിലേക്കും ഇടവരും. ഈ തർക്കം ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള നല്ല മനസ്സിനുടമയായിട്ട് നമുക്ക് ജീവിതം നിലനിർത്താൻ സാധിക്കും. അപ്പം ആധ്യാത്മികതയിലും ഈ തർക്കത്തിൻ്റെ ശരിയായ വശം കൊണ്ട് തന്നെ ഇതിന് പരിശീലനങ്ങളും നൽകിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ചില നിയമബന്ധിതമായ രീതിയിലുള്ള വാക്കുകളും ആശയങ്ങളും തമ്മിലുള്ള, അപ്പം ആരോഗ്യകരമായ ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ എപ്പോഴും മാനസികാരോഗ്യത്തിനും ബുദ്ധിവികാസത്തിനും ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ, ഇതെല്ലാം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തെ അതേപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കാതെ 2 വട്ടം ഒന്ന് ആലോചിക്കണം. നമ്മളോട് തന്നെ ഒരു തർക്കത്തിന് വിധേയമാക്കണം. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്തും നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നത് അതേപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന് അങ്ങനല്ല കഥ. ശരീരത്തിന് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ഏതും തിരിച്ചറിഞ്ഞ് അകത്തേക്ക് എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മളൊരു ആപ്പിൾ കഴിച്ചാൽ ആപ്പിളായിട്ട് അത് അതേപോലെ സ്വീകരിക്കില്ല. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് അല്ലാത്ത റിജക്റ്റ് ചെയ്യും. അത് ശരീരം. ഇനി നമുക്ക് കൂടുതലായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ ഒമിറ്റ് ചെയ്ത് പുറത്ത് കളയും. അത് നല്ലത് ഏത് ചീത്ത ഏതും തിരിച്ചറിയാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിന് നല്ലതും അല്ലെങ്കിൽ ചീത്തയും തിരിച്ചറിയില്ല. അത് തിരിച്ചറിയാനാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഒരു ബുക്ക് വായിക്കുമ്പോഴായിക്കോട്ടെ, പല വ്യക്തികളുമായിട്ട് പെരുമാറുമ്പോഴായിക്കോട്ടെ, ശരിയും തെറ്റും ഏതേ എന്നുള്ളത് ബുദ്ധിപൂർവ്വം നമ്മൾ തിരിച്ചറിഞ്ഞ് അകത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കൊടുക്കുക. ഈ ഒരു വിവേചന ബുദ്ധിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മീയകഥകളിൽ ഈ ഒരു വിഷയം ചിന്തയ്ക്ക് തന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.